അതിൽ അധ്യാപകർക്ക് പങ്കുണ്ട്, മാതാപിതാക്കൾക്ക് പങ്കുണ്ട്, സമൂഹത്തിനും പങ്കുണ്ട്. ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പുസ്തകങ്ങൾ മാത്രമല്ല തുറക്കേണ്ടത്, മനസ്സുകളും പുതിയ സ്വപ്നങ്ങളും കൂടെ തുറക്കുക. കുട്ടികളെ, നിങ്ങൾ നിസാരമായി കാണുന്ന ഈ ക്ലാസ്സിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളുണ്ട് ഈ ലോകത്ത്. ഒരു പുസ്തകം പോലും സ്വന്തമാക്കാൻ കഴിയാതെ സ്വപ്നങ്ങൾ മാറ്റിവെക്കുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് പഠനത്തെ ഒരു ഭാരമായി കാണരുത്, ഒരു അവസരമായി കാണണം. അതുപോലെ തന്നെ നിങ്ങളെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളും ഉണ്ടാകും. തെറ്റായ പാതയിലൂടെ സഞ്ചരിപ്പിക്കാനും ആളുകൾ കാത്തിരിപ്പുണ്ട്. ഓർക്കുക, ലഹരിയുടെയും തെറ്റായ സൗഹൃദത്തിന്റെയും കെണിയിൽ വീഴ്ത്താൻ ആളുകൾ പതിയിരിപ്പുണ്ട്. ഒരു നിമിഷത്തെ കൗതുകം ചിലപ്പോൾ ജീവിതത്തിന്റെ നാശത്തിന് തന്നെ കാരണമായേക്കാം. അതുകൊണ്ടായിരിക്കാം കേരളം ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പദ്ധതികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം സർക്കാരിന്റെയോ പോലീസിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല. അതിൽ അധ്യാപകർക്ക് പങ്കുണ്ട്, മാതാപിതാക്കൾക്ക് പങ്കുണ്ട്, സമൂഹത്തിനും പങ്കുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഇനി രക്ഷിതാക്കളോടായി മക്കൾക്ക് പുതിയ ബാഗും യൂണിഫോമും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതിനോടൊപ്പം അവരുടെ മനസ്സിലേക്കും ഒന്ന് എത്തിച്ചേരണം. മാർക്ക് കുറഞ്ഞാൽ മാത്രമല്ല മക്കളെ ശ്രദ്ധിക്കേണ്ടത്. അവർ പെട്ടെന്ന് മിണ്ടാതായോ, അവർ ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങിയോ, പഴയ സന്തോഷം നഷ്ടപ്പെട്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഫോണ്, കുട്ടികൾ, കൂട്ടുകാർ ഇവയൊക്കെ മാറിയോ എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. അവരുടെ നേച്ചർ, അവരുടെ കൂട്ടുകാർ, അവരുടെ ജീവിത ശൈലി ഇതൊക്കെ പെട്ടെന്ന് മാറിയോ എന്ന് നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഇവയൊക്കെ ചിലപ്പോൾ സഹായത്തിനായുള്ള നിശബ്ദമായ ഒരു വിളിയായിരിക്കാം. എല്ലാ കുട്ടികളും അവരുടെ പ്രശ്നങ്ങൾ വന്ന് തുറന്നു പറയണമെന്നില്ല. ചിലർ വിഷമങ്ങൾ ഒളിപ്പിക്കും, ചിലർ ഭയപ്പെടും, ചിലർ ആരെങ്കിലും വന്നൊന്ന് ചോദിക്കുമോ എന്ന് ആഗ്രഹിച്ചിരിക്കും. അതുകൊണ്ട് ദിവസവും മക്കളോട് ഒരു ചോദ്യം ചോദിക്കണം. ഇന്നത്തെ നിന്റെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ആ ചോദ്യം ചിലപ്പോൾ അവന്റെ ജീവിതം തന്നെ മാറ്റിയേക്കാം. നല്ല മാർക്കിനേക്കാൾ പ്രധാനമാണ് നല്ല മാനസിക ആരോഗ്യം. നല്ല ജോലിയേക്കാൾ പ്രധാനമാണ് നല്ലൊരു ജീവിത ശൈലി. ഈ അധ്യയന വർഷം കുട്ടികൾക്ക് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാൻ മാത്രമുള്ളതാവാതിരിക്കട്ടെ, ജീവിതങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളതിനും ഒരു അവസരം നൽകുക. കുട്ടികളെ, നിങ്ങൾ സ്വപ്നങ്ങൾ പിന്തുടരൂ. രക്ഷിതാക്കളെ, നിങ്ങൾ അവരുടെ മാർക്ക് മാത്രം നോക്കാതെ അവരുടെ മനസ്സും വായിച്ചറിയൂ.